നെക്സ്റ്റ് ക്ലാസ്സാണ് ക്ലാസ് റെപ്റ്റീലിയ. സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിൽ രണ്ടാമത്തെ ക്ലാസ്സാണ് ക്ലാസ് റെപ്റ്റീലിയ. റെപ്റ്റൈൽസ് നമുക്കറിയാം ആരൊക്കെ വരുന്നതാണ്. സ്നേക്ക്, ടേർട്ടിൽസ്, ലിസാർഡ്സ് ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണ് റെപ്റ്റീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ പേര് കേട്ടാൽ തന്നെ റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രൈ കോർണിഫൈഡ് സ്കിൻ, എപ്പിഡേർമൽ സ്കെയിൽസ് ഓർ സ്ക്യൂട്സ് ഒക്കെ ഉള്ള അങ്ങനെ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ഓർഗാനിസംസ്. റിപ്പയർ എന്ന് പറഞ്ഞാൽ ക്രോൾ. അപ്പോൾ അങ്ങനത്തെ ക്രോൾ ചെയ്യുന്ന നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് ലാറ്റിനായിട്ടുള്ള റിപ്പയർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേർഡിൽ നിന്നാണ് റെപ്റ്റീലിയ എന്നുള്ള ഒരു വാക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ക്രോളാണ്. ഉരകങ്ങൾ എന്ന് പറയും. ക്രോൾ ചെയ്യുന്നവർ, ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ കാണിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ പേര് കിട്ടിയത്. അതുപോലെ അവരുടെ സ്കിന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഫീബിയൻസിൻ്റെ പറഞ്ഞു അവരുടെ സ്കിൻ മോയിസ്റ്റ് ആണ്, സ്കെയിൽസ് ഒന്നും ഇല്ല. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. ഡ്രൈ കോർണിഫൈഡ് സ്കിൻ, എപ്പിഡേർമൽ സ്കെയിൽസ് അല്ലെങ്കിൽ സ്ക്യൂട്സ് ഉണ്ടാവും. കോർണിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള സ്കെയിൽസ് ഉള്ള അല്ലെങ്കിൽ സ്ക്യൂട്സ് അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഉള്ള പ്രത്യേക തരത്തിലുള്ള സ്കിന്നാണ് റെപ്റ്റൈൽസിനുള്ളത്. ക്ലാസ് റെപ്റ്റീലിയയുടെ വേറൊരു പ്രത്യേകത, ഇറ്റ് ഇസ് എ ഫസ്റ്റ് ക്ലാസ്, ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ആണ് വിച്ച് ഓഫ് അണ്ടർഗോസ് എ കംപ്ലീറ്റ് ടെറസ്ട്രിയൽ മോഡ് ഓഫ് ലോക്കോമോഷൻ. അതിലും അല്ലാത്ത ഓർഗാനിസംസ് ഉണ്ട്, അക്വാട്ടിക് ആയിട്ടുള്ള റെപ്റ്റൈൽസ് ഉണ്ട്. ഇപ്പോൾ അലിഗേറ്റർ പോലുള്ളവരൊക്കെ രണ്ടും കരയിലും വെള്ളത്തിലും ജീവിക്കാൻ, ക്രോക്കഡൈൽസൊക്കെ. എന്നാലും കംപ്ലീറ്റ് ആയിട്ടൊരു കരയിലേക്ക് ടെറസ്ട്രിയൽ മോഡ് ഓഫ് ലൈഫ് അക്വയർ ചെയ്ത ഒരു ഗ്രൂപ്പാണ് റെപ്റ്റീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെറസ്ട്രിയൽ മോഡ് ഓഫ് ലൈഫിൻ്റെ ഒരു അഡാപ്റ്റേഷനായിട്ടാണ് അവർക്ക് ഡ്രൈ കോർണിഫൈഡ് സ്കിൻസ് അല്ലെങ്കിൽ സ്കെയിൽസ് അല്ലെങ്കിൽ സ്ക്യൂട്സ് ഉള്ള സ്കിൻസ് ഉള്ളത്. ഓക്കെ. സ്നേക്സ്, ലിസാർഡ്സ് ഒക്കെ ദ ഷെഡ് ദ സ്കെയിൽസ് അറ്റ് സ്കിൻ കാസ്റ്റ്. പാമ്പൊക്കെ പടം പൊഴിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അത് കാണുന്നതാണ്. അവരുടെ എക്സ്റ്റേണൽ സ്കിൻ, ഔട്ടർ സ്കിൻ അവർ സ്കിൻ കാസ്റ്റായിട്ട് റിലീസ് ചെയ്യും. ലിംസ്, 2 pairs of limbs are present if present ആണെങ്കിൽ 2 pairs. ടേർട്ടിൽ, ടോർട്ടിസസ്, ക്രോക്കഡൈൽ അതിനൊക്കെ 2 pairs of limbs അല്ലേ ഉള്ളത്. പക്ഷേ സ്നേക്കിനൊക്കെ ആണെങ്കിൽ ലിംസ് ആർ ആബ്സെൻറ്റ്. ദെൻ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ. ടിംപാനം റെപ്രസെൻറ്റ്സ് ദ ഇയർ. ഇതാണ് ടിംപാനം പറയുന്നത്. ടിംപാനം റെപ്രസെൻറ്റ്സ് ദ ഇയർ ആസ് ദാറ്റ് ഓഫ് ആംഫീബിയ. കണ്ടോ, അലിഗേറ്ററിൻ്റെ ഫുട്ടിൻ്റെ സ്ക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്, സ്ക്യൂട്ട്സ്. ദെൻ 3-chambered heart. നേരത്തെ പോലെ തന്നെ 3-chambered heart ആണ്. ബട്ട് ദർ ഇസ് എ സെപ്റ്റം പാർഷ്യലി ദാറ്റ് സെപ്പറേറ്റ്സ് വെൻട്രിക്കിൾ. ഇൻ കേസ് ഓഫ് ആംഫീബിയ, ഫിഷസിന് എങ്ങനെയായിരുന്നു? 2-chambered heart ആയിരുന്നു. ആംഫീബിയ വരുമ്പോൾ 3-chambered heart ആണ്. റെപ്റ്റീലിയ വരുമ്പോൾ കുറച്ചും കൂടി മോഡിഫൈഡ് ആയി 3-chambered ആണ്. പക്ഷേ വെൻട്രിക്കിളിനെ പാർഷ്യലി സെപ്പറേറ്റ് ചെയ്ത് ഒരു സെപ്റ്റം ഉണ്ട്. അതായത് വെൻട്രിക്കിൾ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താൽ രണ്ട് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിളിന് കംപ്ലീറ്റ് ഡിവിഷൻ നടന്നാലേ 4-chambered ആവുള്ളൂ. പക്ഷേ ഒരു സെപ്റ്റം ഉണ്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ 3-chamberedനൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ക്യാരക്ടറാണ്. ഇൻ കേസ് ഓഫ് ക്രോക്കഡൈൽസ് ഹാർട്ട് ഈസ് 4-chambered. There are also poikilotherms. Poikilotherms എന്ന് പറഞ്ഞാൽ there are also cold-blooded organisms. They have well-developed alimentary canal, respiration through lungs. അതും ടെറസ്ട്രിയൽ മോഡ് ഓഫ് ലൈഫിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്. അക്വാട്ടിക് ആകുമ്പോഴാണ് അവർക്ക് ഗിൽ റെസ്പിറേഷനൊക്കെ വേണ്ടത്. ഇത് റെസ്പിറേഷൻ ത്രൂ ലങ്സ് ആണ്. അത് ടെറസ്ട്രിയൽ മോഡ് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു ക്യാരക്ടറാണ്. അതുപോലെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ, ഒവിപാരസ്. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസം. ഒവിപാരസ്, ദേ ലേസ് എഗ്സ്. ഫെർട്ടിലൈസേഷനുള്ളിൽ കഴിഞ്ഞിട്ട് അവർ എഗ്ഗ് പുറത്തേക്ക് ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റ് ഇസ് ഡയറക്റ്റ്, ദാറ്റ് ഈസ് നോ ലാർവൽ ഫോം. അതുപോലെ തന്നെ എഗ്സ് ആർ ക്ലീഡോയിക്. ഓക്കെ, എഗ്സ് ഷെൽഡ് അല്ലേ? ഇപ്പോൾ പാമ്പിൻ്റെയൊക്കെ എഗ്ഗാണ് ഈ കാണിച്ചിരിക്കുന്നത്, അരണയുടെയൊക്കെ. എഗ്സ് ക്ലീഡോയിക് ആണ്. ക്ലീഡോയിക് മീൻസ് ഷെൽഡ് എഗ്. അതും ഒരു ലാൻഡ് അഡാപ്റ്റേഷനാണ്. ലാൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ മോഡ് ഓഫ് ലൈഫിൻ്റെ അഡാപ്റ്റേഷനാണ്. അതായത് ഇപ്പോൾ ആമ ഒക്കെ ആണെങ്കിലും കരയിൽ വന്ന് മുട്ടയിട്ടിട്ട് പോകും, കേട്ടില്ലേ? അപ്പോൾ അത് മണ്ണിൽ കുഴിച്ചിടുന്നൊക്കെ. അപ്പോൾ അവർക്ക് ആ എക്സ്റ്റേണൽ ഒരു ലാൻഡ് അഡാപ്റ്റേഷൻ, അതായത് ലാൻഡിലുള്ള ബാക്കിയുള്ള ഓർഗാനിസത്തിൽ നിന്ന് അവർക്ക് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഷെൽഡ് എഗ് ആയിട്ടുള്ളത്. എഗ്ഗ് നല്ല കാൽക്കേരിയസ് ഷെല്ല് കൊണ്ട് കവർ ചെയ്താണ് ഇരിക്കുന്നത് ഫോർ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ. Then
അവരുടെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. കീലോൺ എന്നാണ് ടേർട്ടിലിൻ്റെ പേര്. ടെസ്റ്റിഡോ ടോർട്ടസ്. ക്യാമലിയോൺ നമുക്കറിയാം, ട്രീ ലിസാർഡ്. അത് ക്യാമലിയോണിന് ഒരു പ്രത്യേകത എന്താണ്? ക്യാമോഫ്ലേജ്. അവർക്ക് കളർ ചേഞ്ചിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്റ്റിക്കി പ്രൊട്രൂഡിങ് ടങ്ങാണ്. അവർക്ക് പ്രേ ക്യാപ്ചറിന് വേണ്ടിയിട്ട്. പ്രിഹെൻസൈൽ ടെയിലാണ്. വാല് കണ്ടോ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അതായത് വാൽ അവർക്കൊരു ബാലൻസിങ് പോലെയാണ്. അവർക്ക് എവിടെയെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടാൻ വേണ്ടി വാല് ചുരുട്ടി കമ്പുമേലൊക്കെ ചുരുട്ടി വയ്ക്കാൻ പറ്റും. അതാണ് പ്രിഹെൻസൈൽ ടെയിൽ എന്ന് പറയുന്നത്. ദെൻ ഹെമിഡാക്ടൈലസ് വാൾ ലിസാർഡ്. അതായത് നമ്മൾ സാധാരണ കാണുന്ന ലിസാർഡ്. അവർക്കൊരു പ്രത്യേകതയുണ്ട്, ഓട്ടോട്ടോമി. ദേ ആർ കേപ്പബിൾ ഓഫ് ഓട്ടോട്ടോമി. അതായത് അവരുടെ ബോഡി പാർട്ട് അറിയില്ലേ, ഒരു പ്രേ അല്ലെങ്കിൽ പ്രിഡേറ്റർ വന്നു കഴിഞ്ഞാൽ അവർ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാല് മുറിച്ചിടുക എന്ന് പറയുന്നത്. അതാണ് ഓട്ടോട്ടോമി എന്ന് പറയുന്നത്. ദെൻ കെലോട്ടസ്, ക്രോക്കഡൈൽ, അലിഗേറ്റർ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന എക്സാമ്പിൾസ് ഇൻ കേസ് ഓഫ് ക്ലാസ് റെപ്റ്റീലിയ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടർ? ഡ്രൈ ആയിട്ടുള്ള കോർണിഫൈഡ് സ്കിന്നാണ്. എപ്പിഡേർമൽ സ്കെയിൽസിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ടു ക്രോൾ എന്നാണ്. റെപ്റ്റീലിയ, റിപ്പയർ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ്, ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ക്രോൾ ചെയ്യുക എന്നാണ്. സ്നേക്സ്, ലിസാർഡ്സ് ഒക്കെ എക്സാമ്പിളാണ്. സ്കിൻ ഇസ് ഡ്രൈ, കോർണിഫൈഡ് ആൻഡ് എപ്പിഡേർമൽ സ്കെയിൽസ് അല്ലെങ്കിൽ സ്ക്യൂട്ട്സ് ഉണ്ടാവും. അലിഗേറ്ററിൻ്റെ സ്ക്യൂട്ടൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ചിലതൊക്കെ ആണെങ്കിൽ സ്കെയിൽസ് ആയിരിക്കും. സ്നേക്സും ലിസാർഡ്സും ഒക്കെ അവരുടെ സ്കിൻ ഷെഡ് ചെയ്യും. അതിന് സ്കിൻ കാസ്റ്റ് എന്ന് പറയും. ലിംസ് പ്രസൻറ്റ് ആണെങ്കിൽ 2 pairs ഉണ്ടാവും. ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷനാണ്. ടിംപാനം റെപ്രസെൻറ്റ്സ് ദ ഇയർ. ദെൻ അവരുടെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് നോക്കുമ്പോൾ 3 chambered ഹാർട്ടാണ്. ബട്ട് ദ വെൻട്രിക്കിൾ ഇസ് ഇൻകംപ്ലീറ്റ്ലി 4 chambered. ഒരു സെപ്റ്റം ഉണ്ട് ദാറ്റ് പാർഷ്യലി സെപ്പറേറ്റ്സ് ദ ventricle. In case of crocodiles, heart is 4 chambered. Poikilotherms, that is cold-blooded organism, they cannot maintain a constant body temperature. Well-developed alimentary canal, respiration through lungs. It is an adaptation for terrestrial mode of life. Internal fertilization, oviparous, and development is direct, that is no larval form. Then examples. പിന്നെ സ്നേക്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. നാജ, കോബ്ര, ബംഗാരസ്, ക്രേറ്റ്, വൈപ്പർ. ഇതൊക്കെ പോയിസണസ് സ്നേക്സ് ആണ്. നോൺ പോയിസണസ് സ്നേക്കിൽ വരുന്നതാണ് പൈത്തൺ ഒക്കെ. ഈ പച്ചിലപ്പാമ്പ്, മലമ്പാമ്പ് എന്നൊക്കെ പറയില്ലേ, പൈത്തൺ എന്നൊക്കെ പറയുന്നത് മലമ്പാമ്പ്. മലമ്പാമ്പൊന്നും പോയിസണസ് സ്നേക്ക് അല്ല. മലമ്പാമ്പൊക്കെ ഇങ്ങനെ ചുറ്റി വരികയാണ് കൊല്ലുന്നത്. നാജ, കോബ്രയൊക്കെ പോയിസണസ് സ്നേക്കാണ്. ബംഗാരസ്, അതുപോലെ വൈപ്പറ ഒക്കെ. പിന്നെ ഇതിൽ തന്നെ ഒവിപാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണലി എന്ന് പറയുന്ന ആ ഓർഗാനിസം, ആ പെർട്ടിക്കുലർ സ്നേക്ക് ഗീവ് ബർത്ത് ടു യങ് വൺസ്. അതൊരു എക്സെപ്ഷനാണ്. നമ്മൾ എന്ത് ബയോളജിയിൽ പറഞ്ഞാലും ഒരു എക്സെപ്ഷൻ ഉണ്ടാവും. അതാണ് ക്ലാസ് റെപ്റ്റീലിയ എന്ന് പറയുന്നത്.